നമസ്കാരം. ശ്രീരാഗം അസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പല വിധത്തിലുള്ള ഗ്രഹരാശി മാറ്റങ്ങൾക്കും വിധേയമാക്കപ്പെടുന്ന മറ്റൊരു മലയാള മാസം കൂടി ആരംഭിക്കുകയാണ്. നാളെ ജൂൺ മാസം 15 ഞായറാഴ്ച, മിഥുനം 1. പല വിധത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഭാഗ്യശാലികളായ 6 നക്ഷത്രക്കാരുണ്ടാവുകയാണ്. അല്ലെങ്കിൽ 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമാകുന്നുണ്ട്. ഇവിടെ സൂര്യൻ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായി വളരെ വലിയ മാറ്റങ്ങളിലേക്ക്, ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങളിലേക്ക് കടക്കാൻ പോകുന്ന 6 നക്ഷത്രക്കാരുണ്ട്. മിഥുനമാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വളരെയധികം നീളം കൂടിയ ഒരു മാസമാണ്. അതായത് 32 ദിവസമാണ് മിഥുനമാസത്തിൽ വരുന്നത്. വളരെയേറെ ദൈർഘ്യമേറിയ ഒരു മലയാള മാസം എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഇവിടെ വളരെ വലിയ നേട്ടങ്ങൾക്ക് നാളത്തെ ദിനം മുതൽ തുടക്കമാകുന്നു. നീണ്ട 32 ദിനങ്ങൾ വളരെയധികം ശോഭനമായ ഒരു ജീവിതചര്യ കെട്ടിപ്പടുത്തെടുക്കാനും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് തുടക്കമാകാനും പോകുന്നു 6 നക്ഷത്രക്കാർക്ക്. വളരെയധികം നേട്ടങ്ങൾ തേടിയെത്തുന്നതാണ്. അപ്രതീക്ഷിത ധനലാഭമുണ്ടാകുന്നതാണ്. ജോലിയിൽ ഉയർച്ച തുടങ്ങിയ ഒരു ജീവിതത്തിൽ ആവശ്യമായ സന്തോഷകരമായ പല നിമിഷങ്ങളും വന്നു ചേരാൻ ഈ 6 നക്ഷത്രക്കാർക്ക് ഭാഗ്യമുദിക്കുന്നതാണ്. അഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. നാളെ മിഥുനമാസം 1-ാം തീയതി. മിഥുനമാസത്തിൽ ധാരാളം ഗ്രഹമാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ശുക്രൻ്റെ മിഥുന സംക്രമണം അതൊരു ആദ്യത്തെ 15 ദിവസം സംഭവിക്കുന്നതാണ്. വ്യാഴം മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിൽ സഞ്ചരിക്കും. അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഗ്രഹമാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു മാസം എന്ന പ്രത്യേകത കൂടി മിഥുനമാസത്തിനുണ്ട്. അപ്പോൾ ഈ പ്രത്യേകതകൾ കൊണ്ട് വളരെയധികം ഭാഗ്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും, അതായത് 27 നക്ഷത്രക്കാർക്കും അനുഭവയോഗ്യമായി വരും. എങ്കിലും അതിൽ ഭാഗ്യം അധികരിച്ച് കാണുന്ന, എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെ ഒരു അതിപ്രസരം എന്ന് പറയാം, അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്ന 6 നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്രത്തിൽ മിഥുനമാസം, അതായത് ചിത്ര നക്ഷത്രക്കാർക്ക് മിഥുനമാസത്തിൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭാഗ്യാനുഭവങ്ങളൊക്കെയും അനുഭവിക്കാൻ യോഗം നിങ്ങൾക്കുണ്ടാകും. അതോർത്ത് വിഷമിക്കേണ്ട. എപ്പോഴും ഇതൊക്കെ പറയുന്നു, ഇതൊന്നും അനുഭവത്തിൽ വരുന്നില്ല എന്ന് വ്യസനിക്കുന്നവരുണ്ടായിരിക്കും, ധാരാളം ഉണ്ടാകും. പക്ഷേ നാളെ മുതലുള്ള സമയം നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കൊള്ളുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരണം എന്നൊരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകൂ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു മാസം തന്നെയായിരിക്കും. ഇതിൽ ഒരു തെറ്റായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ അനുഭവത്തിൽ വരിക തന്നെ ചെയ്യും. ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസപരമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ, അതായത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് കിട്ടാതെ വിദ്യയിൽ മുടക്കമുണ്ടായിട്ടുണ്ടെങ്കിലും ആ മുടക്കമൊക്കെ മാറി സന്തോഷത്തോടു കൂടി വിദ്യ പുനരാരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിരാശകൾ, ഒരുപാട് നിരാശയുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഒന്നും നടക്കാത്തതിൻ്റെ നിരാശ ഒരുപാട് മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതൊക്കെ ഒതുക്കിക്കൊണ്ട് വെക്കേണ്ടതല്ല. അതായത് ആശകളൊക്കെ നിറവേറ്റേണ്ടതാണ്. അങ്ങനെ ഒരു സമയം ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും ഇനി നിറവേറാൻ പോവുകയാണ്. രോഗാവസ്ഥയായി വലയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് അസുഖങ്ങൾ, ഒന്നിനുമേൽ ഒന്നായ അസുഖങ്ങൾ വന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അസുഖങ്ങളൊക്കെ പാടെ മാറുന്ന ഒരു സമയം തന്നെയാണ്. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശ്വാസത്തോടു കൂടി കേൾക്കുക. വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ ആരാധിക്കുന്ന വേള, അതായത് വിളക്ക് കത്തി നാമം ജപിക്കുമ്പോൾ ആ ഒരു സമയത്ത് പൂർണ്ണമായും മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധ വിഷമങ്ങളും നിങ്ങൾ ഭഗവാനോട് പറയുക. മറ്റ് ആരോടും പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഗുണങ്ങൾ ലഭിക്കുന്നത് ഭഗവാനോട് പറയുമ്പോഴാണ്. അപ്പോൾ ആ മൂർത്തിയോട്, ആ ആരാധനാമൂർത്തിയോട് പറയുക നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ വേവലാതികൾ, നിങ്ങളുടെ ആകുലതകൾ എല്ലാം അദ്ദേഹത്തോട് തന്നെ പറയുക. പറയുന്ന സമയം, അതായത് പ്രാർത്ഥിക്കുന്ന ആ വേളയിൽ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ, ഒരു 10 മിനിറ്റേ ഉള്ളൂ. ആ 10 മിനിറ്റ് ആയാലും
മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നല്ല ഫലങ്ങൾ തരണേ, എൻ്റെ അസുഖങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ വിഷമങ്ങളൊക്കെയും മാറ്റി എന്നിലേക്ക് ഭാഗ്യത്തെ തരണേ. അല്ലാതെ എൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റണേ എന്ന് മാത്രം പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യില്ല. എൻ്റെ വിഷമങ്ങൾ മാറ്റണം, എൻ്റെ ദുഃഖങ്ങൾ മാറ്റണം, എൻ്റെ പ്രശ്നങ്ങൾ മാറ്റണം, എൻ്റെ പരാതികളൊക്കെയും മാറ്റി എന്നിലേക്ക് ഭാഗ്യത്തെ കൊണ്ടുതരണേ, എന്നിലേക്ക് ഐശ്വര്യം കൊണ്ടുതരണേ എന്ന് പറഞ്ഞു വേണം ആ പ്രാർത്ഥന പൂർത്തിയാക്കുവാൻ. ഇനിയുള്ള സമയം അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. വളരെയധികം മാറ്റം നിങ്ങൾക്കുണ്ടാകും. ഈ ഒരു വരാൻ പോകുന്ന, അതായത് നാളെ മുതൽ തുടങ്ങുന്ന മറ്റൊരു മലയാള മാസം നിങ്ങളുടെ എല്ലാവിധ പരാതികളും മാറി സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു സമയം തന്നെയായിരിക്കും. അത്തം നക്ഷത്രക്കാർക്കും വളരെയധികം അനുകൂലമായ, അതായത് ഒരുപാട് അനുകൂലമല്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു വന്ന നിങ്ങൾക്ക് ഇനി അനുകൂലമായ, നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഭാഗ്യദായകമെന്ന് തോന്നുന്ന പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. ഒരു മികച്ച സമയം, അതായത് മികച്ച നേട്ടങ്ങളുടെ ഒരു സമയമെന്ന് വിശേഷിപ്പിക്കുക. അവസരങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്. ഇവിടെ രാഹു 6ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ശത്രു ശല്യം കുറയുന്നതാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ്. ശത്രു ശല്യത്താൽ അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുണ്ട്. അത് അറിഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നതാണ്. ഒരു രക്ഷ പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം കൂടി, അല്ലെങ്കിൽ വ്യാഴം അനുകൂലമായതിനാൽ തന്നെ സാമ്പത്തികമായി വളരെ മാറ്റം ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. വളരെയധികം സാമ്പത്തികമായൊരു മാറ്റം നിങ്ങൾക്ക് ഈ മിഥുന മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉത്രമാണ് അടുത്ത നക്ഷത്രം. ജോലിയിൽ പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലേക്കൊക്കെ എത്താനും ജോലിക്കായി വലയുന്ന ആളുകൾക്ക് ഉത്തമ ജോലി ലബ്ധിയൊക്കെ മിഥുനമാസത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനായി ചില സഹായ ഹസ്തങ്ങൾ കൂടി ദൈവം നിങ്ങൾക്കായി നൽകുന്നതാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെയും ഏത് തീരുമാനിച്ചാലും അത് പാതി വഴിയിലാകുന്നൊരവസ്ഥയുണ്ട്. ഒരു ജോലി ചെയ്താലും അത് പൂർത്തിയാക്കാൻ അങ്ങോട്ട് കഴിയുന്നില്ല. പലവിധ പ്രതിസന്ധികൾ, പലവിധ പ്രശ്നങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ചില വെല്ലുവിളികൾ, അങ്ങനെയുള്ള ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരേണ്ട സമയമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആ പ്രണയബന്ധം വിവാഹത്തിലേക്കൊക്കെ എത്താനുള്ള ഒരു സമയം കൂടിയാകുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, ഐക്യം ഇതൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഗൃഹത്തിലേക്ക് എത്താനും അതുവഴി ചില സന്തോഷങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ചില ബന്ധു സമാഗമം. നമ്മൾ പറയാറുണ്ട്, ആകെ വിഷമമാണ്, ബന്ധുക്കളെ സുഹൃത്തുക്കളെ ആരെയും തന്നെ വീട്ടിലോട്ട് വിളിക്കാൻ പോലും തോന്നുന്നില്ല, ആരും വരുന്നതുമില്ല, ആകെ ഒരു മൂകത പിടിച്ച അവസ്ഥ. ആ ഒരവസ്ഥയ്ക്ക് നാളെ മുതൽ മാറ്റം വരികയാണ്. ഒരു മൂകത പിടിച്ച അവസ്ഥയിൽ നിന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു തെളിഞ്ഞ ആ ഒരു ജീവിതചര്യയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കൂടി ഈ മിഥുന മാസത്തിൽ സാധിക്കുന്നതാണ്. മകമാണ് അടുത്ത നക്ഷത്രം. മകം നക്ഷത്രക്കാർക്കും മിഥുന മാസത്തിൽ പലവിധ നേട്ടങ്ങൾ, ആനുകൂല്യങ്ങളൊക്കെ ഭഗവാൻ നൽകുന്നതാണ്. ദൈവാധീനം ധാരാളമായി ഉള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലും ശോഭിക്കാനായി സാധിക്കും. സമാധാനവും സന്തോഷവും വന്നു ചേരും. ദൈവാധീനമുണ്ട്, ഭഗവാന്റെ കൃപയുണ്ട്, ഭഗവാന്റെ നോട്ടം, ഒരു കരുതലുമൊക്കെ നിങ്ങളുടെ മേൽ വന്നു ചേരുന്ന ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. വെല്ലുവിളികൾ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കുകയില്ല. കഴിഞ്ഞ സമയങ്ങളെ അപേക്ഷിച്ച് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു മാസവുമെന്ന് ചിന്തിക്കരുത്. ദൈവാധീനം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും കാണുന്നില്ല. ദാമ്പത്യ ജീവിതത്തിലാകട്ടെ സന്തോഷം, സമാധാനം എന്നിവ വന്നു ചേരും. പുതിയ വാഹനം, ഭൂമി ഇതൊക്കെ വാങ്ങാനുള്ള യോഗം, ഭാഗ്യം ഇതൊക്കെ തെളിയുന്നതാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഒരു പരിധി വരെ തരണം ചെയ്തു വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. ഒരു പരിധി എന്നല്ല, പൂർണ്ണമായി തരണം ചെയ്തു വന്ന ആകെ മനസ്സൊരു കല്ലായി മാറിയ അവസ്ഥയെന്നൊക്കെ പറയാം. അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ ദുഃഖങ്ങൾ ഒരുപാട് കണ്ടാലും പ്രയാസം വരാറില്ല, സന്തോഷം കണ്ടാലും ഒന്നും അറിയാത്തൊരവസ്ഥ. അങ്ങനെയുള്ളൊരവസ്ഥ മാറുകയാണ്. ഇനി സന്തോഷിക്കാനുള്ള ധാരാളം നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ തന്നെ കൊണ്ടുതരും. കാരണം ദൈവാധീനം ധാരാളമായി ഉണ്ട്. ദൈവാധീനമുള്ളപ്പോൾ ഒന്നിനെയും ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെ കരുതൽ, നമ്മൾ എന്തിനാണ് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത്? ദൈവാധീനം വരാൻ. ആ ദൈവാധീനം ദൈവം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന ഈ വേളയിൽ നല്ല രീതിയിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. ഏത് മൂർത്തിയാണോ, ഏത് ദേവനെയാണോ, ദേവിയാണോ ആരാധിക്കുന്നത്, ആ ഉപാസനാമൂർത്തി, ആ ദൈവത്തെ മുറുകെ പിടിച്ചു മുന്നോട്ട് പോയിക്കൊള്ളൂ. ദൈവാധീനം ധാരാളമുള്ളൊരു സമയമാണിത്. രോഹിണി നക്ഷത്രക്കാർക്കും അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും ഉണ്ടാകുന്നതാണ്. ഭൂമി സംബന്ധമായ എന്തെങ്കിലും കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം ഉണ്ടാകും. നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. വരവ് കൂടുകയും ചിലവ്
കുറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. മറിച്ചായിരുന്നു ജീവിതത്തിൽ ചിലവ് ധാരാളമാകുന്നു, വരവ് ഒന്നും തന്നെ ഇല്ലതാനും, കടമൊക്കെ വാങ്ങേണ്ടതായ അവസ്ഥ, ലോൺ വരെ എടുത്താകെ ഒരു മുടിഞ്ഞു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റത്തിൻ്റെ തുടക്കമാണ്. മികച്ച അവസരങ്ങളൊക്കെ തേടിയെത്തുന്നതാണ്, അംഗീകാരം തേടിയെത്തും, ചില പാരിതോഷികങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കൂടി മിഥുനമാസത്തിൽ ഉണ്ടാകുന്നതാണ്. ഭരണിയാണ് അടുത്ത നക്ഷത്രം. ജോലിയിൽ, കർമ്മമേഖലയിൽ വളരെയധികം നേട്ടമുണ്ടാകും. ഉത്തമ ജോലി ലബ്ധി, അത് വിദേശത്തായാലും സ്വദേശത്തായാലും ആഗ്രഹിക്കുന്നത് പോലെ ഉദ്യോഗ ലബ്ധിക്കുള്ള സമയമാണ്. ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് ചില വെല്ലുവിളികളൊക്കെ നിലനിന്നിരുന്നു, അതൊക്കെ മാറുന്നതാണ്. മാത്രമല്ല ഉദ്യോഗ കാര്യങ്ങളിൽ അല്പം ആകുലതകൾ അല്ലെങ്കിൽ അല്പം ടെൻഷനൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിൽ നിന്ന് മായിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് തന്നെ കിട്ടേണ്ടത് ആര് തട്ടിക്കൊണ്ട് പോവുകയില്ല. നല്ല രീതിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. കാരണം വളരെയധികം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഒരു സമയം കൂടിയാണ് മിഥുനമാസം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഉപരിപഠനത്തിന് അനുകൂലമായ ആ ഒരു കാര്യങ്ങളൊക്കെ ഭഗവാൻ തന്നെ ശരിയാക്കി തരും. നല്ല രീതിയിൽ വിദ്യാർത്ഥികളോട് പ്രത്യേകം പറയുകയാണ്, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വേണം, പഠിത്തം മാത്രം പോരാ, പഠിത്തം വേണം, പ്രാർത്ഥനയും വേണമെങ്കിലേ നമുക്ക് ഉന്നതമായ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ തന്നെ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എടുക്കാനും ആ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു നേട്ടം ഉണ്ടാക്കണമെങ്കിലും ദൈവാധീനം ധാരാളമായി വേണം. അത് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം പറയുകയാണ്. കുട്ടികൾ ഇപ്പോൾ പഠിത്തത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ പ്രാർത്ഥനാ കാര്യങ്ങളൊന്നും നോക്കാത്തവരും ഉണ്ടാകും. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ വിളക്ക് കത്തിക്കുമ്പോൾ ആ ഒരു വിളക്കിന് മുന്നിൽ നിന്ന് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയാവും. ഏത് തടസ്സവും ഭഗവാൻ തന്നെ മാറ്റിത്തരും. അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധൈര്യമായി വിദ്യാർത്ഥികളും മുന്നോട്ട് പോവുക. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയാലും അതേപോലെ ഇൻ്റർവ്യൂസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് കാര്യത്തിന് പോകുന്നതിന് മുന്നേ ആ വിളക്കിൻ്റെ സമീപത്ത് തീർന്ന് അല്പം ഭസ്മം, ചന്ദനം, സിന്ദൂരം ഇതൊക്കെ കാണുമല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നെറ്റിയിൽ അണിഞ്ഞു പോകേണ്ടതാണ്. വിദ്യ കൊണ്ട് വിജയം ഉണ്ടാകണം നമ്മൾക്ക്. പഠിക്കുന്നത് മാത്രമല്ല, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് നേട്ടം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏവരും ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി മുന്നോട്ട് പോകാൻ നല്ലൊരു സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്.